ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒരു എൻട്രിയും ഉണ്ടായിരുന്നില്ല. എൻട്രി ഉണ്ടായിരുന്നില്ല എന്നല്ല, എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ കൂടെ 2 എൻട്രീസ് ഉണ്ടായിരുന്നു എൻ്റെ കാഴ്ചപ്പാട്ടിൽ. അപ്പോൾ ഏതിലായാലും നമുക്ക് ബാങ്ക് നിഫ്റ്റി ആയാലും നിഫ്റ്റി ആയാലും ഫിൻ നിഫ്റ്റി ആയാലും എല്ലാത്തിലും സെയിം തന്നെയായിരുന്നു, എൻട്രി തന്നെയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് തന്നെ ഓപ്പൺ റേഞ്ച് ബ്രേക്ക്ഔട്ടിൽ ഒരു എൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നിഫ്റ്റിയിലായാലും ഏതിലായാലും ടാർഗറ്റ് CPR വെച്ചിട്ട് എടുക്കാനുള്ള ഒരു എൻട്രി ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് മിസ്സായ ശേഷമാണ് ഞാൻ നോക്കിയപ്പോൾ പിന്നെ CPRൻ്റെ അടുത്ത് എത്താനായി. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ എത്താനായതുകൊണ്ട് ഞാനത് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം മൂവിങ് ആവറേജ് തട്ടിയിട്ട് റിവേഴ്സ് പോവും എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോഴും ഇവിടെ ഒരു ചെറുതായിട്ടൊരു സൈഡ് വേസ് കളിക്കുന്നൊരു ലക്ഷണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതും ഞാൻ അപ്പോഴും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം താഴേക്ക് വന്നു. അപ്പോൾ ഞാൻ താഴേക്ക് വരുന്ന ടൈമിൽ ഞാൻ ഏകദേശം ഈ റേഞ്ച് ആകുമ്പോൾ ഞാൻ മാർക്കറ്റിൽ നിന്നൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ഒന്ന് വെളിയിൽ പോയിട്ട് വരുമ്പോഴേക്കും ഏകദേശം ഇവിടെയൊക്കെ തട്ടി ഇവിടെ നിന്നൊരു റിവേഴ്സൽ കറക്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ റേഞ്ച് ആകുമ്പോൾ 2:15 2:30 ആകുമ്പോഴേക്കും നമ്മളൊന്നും എൻട്രി ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ എക്സിറ്റ് ആവുകയോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ഒരു മൂവ്മെൻറ്റ് കണക്കാക്കണ്ട. അപ്പോൾ നമുക്ക് ആകെ കിട്ടിയ 2 എൻട്രീസിലെ ഒരു എൻട്രിയാണ് നമുക്ക് പക്കായിട്ടുള്ളത്. ഒന്ന് മൂവിങ് ആവറേജ് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയായിരുന്നു നമുക്ക് ഇന്ന് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്താൽ കൂടെ നമുക്ക് ടാർഗറ്റ് CPR വയ്ക്കാം, ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വയ്ക്കാം, ഏകദേശം സെക്കൻഡ് ടാർഗറ്റും ഈ റേഞ്ചിൽ വയ്ക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 2 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷേ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിഫ്റ്റി ആയാലും സെയിം അതേ തന്നെയാണ്. നിഫ്റ്റി ആയിരുന്നു ഒന്നുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവുമായിരുന്നു. ഓപ്പൺ റേഞ്ച് ബ്രേക്ക്ഔട്ട് കിട്ടിയതും നമുക്ക് ഈ റേഞ്ചിൽ എൻട്രി എടുത്താലും അത്യാവശ്യം ഇവിടെ നന്നായിട്ട് സൈഡ് വൈസ് കളിച്ചിട്ട് പിന്നെ ഒരു മൂവ്മെൻറ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ ഇന്നലത്തെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന സംഭവം. അപ്പോൾ അത് ഇന്ന് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് അത് ബ്രേക്ക്ഔട്ട് ചെറിയ ബ്രേക്ക്ഔട്ട് ഇട്ട് നേരെ CPR ലെവലിലേക്ക് വന്നു. അവിടെ നിന്നൊരു റിവേഴ്സൽ വന്നു, നല്ലൊരു സപ്പോർട്ട് എടുത്ത് റിവേഴ്സൽ വന്നു. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഉണ്ടായിരുന്നത്. നിഫ്റ്റിയിലാകുമ്പോൾ നമുക്കൊരു സൈഡിലേക്ക് നോക്കാമായിരുന്നു. അതിന് ശേഷം 2:30ക്ക് ശേഷം എടുക്കുന്നവർക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ CPRൽ നല്ല രീതിയിൽ ഈ 2 ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നിന്ന് നല്ലൊരു റാലി കിട്ടും എന്നുള്ളൊരു ഏകദേശം ഒരു 50 പോയിൻറ്റ്സിൻ്റെങ്കിലും മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവുന്നൊരു ഏരിയയാണ്. ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു ക്യാൻഡിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്ത് ഇവിടെ ആയിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ എന്തായാലും 2:30ക്ക് ശേഷം എടുക്കാത്ത കാരണം ഞാൻ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ ടൈം ആകുമ്പോൾ ഞാൻ 2:15 ആകുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂടെ കിട്ടിയൊരു ഓപ്ഷൻ എനിക്ക് ഇവിടെ നിന്ന് ആണ്, പക്ഷെ അത് മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഒരു എൻട്രി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നാളെ കാണാം.